പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന്റെ അതിപരിശുദ്ധമാവുന്ന നാമത്തിൽ നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു, കർത്താവിനെ വാഴ്ത്തുന്നു. പ്രാർത്ഥനതിനെ ഫേസ്ബുക്ക്, യൂട്യൂബിൽ, മീഡിയയിൽ കൂടി ഞങ്ങളെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ധന്യനാകുന്ന യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്തെ അറിയിക്കുന്നു. കർത്താവിന്റെ വലിയ കൃപയാൽ പ്രാർത്ഥനയുടെ പ്രവർത്തനങ്ങളെ ദൈവത്തോളം അനുഗ്രഹിപ്പാടയായി ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളായി അനേക പ്രാർത്ഥനാ സഹായികൾ അനേക വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിപ്പാനും ദൈവവിരുദ്ധ അനുഭവിപ്പാനും കർത്താവ് ഒരുക്കുന്ന നല്ല നിമിഷത്തിനായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവിനെ വാഴ്ത്തുന്നു. പ്രാർത്ഥനത്തിന് 26ാമത്തെ വർഷത്തേക്ക് പ്രവേശിക്കുന്ന സന്തോഷ വാർത്ത ആരംഭത്തിലെ നിങ്ങളെ അറിയിക്കുകയാണ്. ഒക്ടോബർ മാസം 27, 28, 29 തീയതികളിൽ വെർച്വൽ പ്ലാറ്റ്ഫോമിൽ കൂടി നടക്കുന്ന പ്രാർത്ഥന ഇന്റർനാഷണൽ വെർച്വൽ കൺവെൻഷന് വേണ്ടി പ്രാർത്ഥിക്കുകയും നിങ്ങളെല്ലാവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. നമ്മൾ പ്രാർത്ഥനയുടെ ഫേസ്ബുക്ക്, യൂട്യൂബ് ചാനലിൽ ചില വർഷങ്ങളായിട്ട് അനുഗ്രഹിക്കപ്പെട്ട സന്ദേശങ്ങൾ കർത്താവിന്റെ അഭിഷിക്ത ദാസിദാസന്മാരെ കൂടി കേൾക്കുവാനും ഗാനങ്ങൾ കേൾക്കുവാനും അനേക അനുഭവങ്ങൾ കേൾക്കുവാനും ഒക്കെ കർത്താവ് ഒരുക്കുന്ന നല്ല നിമിഷത്തിനായി കർത്താവിനെ നന്ദിയോടെ ഞാൻ സ്തുതിക്കുന്നു. സകല മാനവും മഹത്വവും അരുമനാഥനാകുന്ന കർത്താവിന് അർപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് പ്രാർത്ഥനയിൽ ഈ പ്രാവശ്യം ഈ മാസം നാം എടുത്തിരിക്കുന്ന വിഷയം ക്രൂശിക്കപ്പെട്ട ക്രിസ്തു എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണല്ലോ. ഇന്നു മുതൽ ആ വിഷയത്തെ പറ്റിയും ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ നിന്നായി അനേക ദൈവദാസന്മാർ സംസാരിക്കുന്നു. ഈ തിരുവചന സന്ദേശം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വിടുതലിനും അനുഗ്രഹത്തിനും ദൈവപ്രവൃത്തിക്കും കാരണമായി തീരട്ടെ എന്ന് ഞാൻ ദൈവത്തിന്റെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ സ്നേഹത്തെ രുചിച്ചറിയുവാൻ, കർത്താവിന്റെ സ്നേഹത്തെ വർണ്ണിപ്പാൻ, കർത്താവിന്റെ സ്നേഹത്തിന്റെ സാക്ഷിയായി കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് ദൈവത്തിന്റെ ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ജപ്പാനില് ഇഷി എന്ന് പറയുന്ന ഒരു കൊലയാളി ഉണ്ടായിരുന്നു. ആ മനുഷ്യന് വലിയൊരു തീവ്രവാദിയായിരുന്നു. ആ മനുഷ്യന് അനേകരെ വധിച്ചിട്ടുണ്ട്. ആ മനുഷ്യൻ പോലീസിന് പോലും പിടികിട്ടാതായ ഒരു മനുഷ്യനായിരുന്നു. എന്നാൽ അനേക നാളുകൾക്ക് ശേഷം ആ മനുഷ്യനെ പോലീസുകാര് അറസ്റ്റ് ചെയ്യുവാനിടയായി. അദ്ദേഹത്തെ ജയിലടയ്ക്കുവാനിടയായി. കോടതി തനിക്ക് വധശിക്ഷ വിധിപ്പാനിടയായി. വളരെ ക്രൂരനാകുന്ന, വളരെ ദുഷ്ടനാകുന്ന ആ മനുഷ്യന് ആ ജയിലിൽ കടന്നിട്ടും തന്റെ മനസ്സിന് യാതൊരു വിധമായ രൂപാന്തരം ഉണ്ടായില്ല. താൻ ഓരോ നിമിഷവും പകയും വിദ്വേഷവും വെച്ച് പുലർത്തുവാനിടയായി. താൻ എങ്ങനെങ്കിലും ഒന്ന് പുറത്തു വന്നാൽ ചിലരെ കൂടി കൊല്ലണം, ചിലരെ കൂടി അപായപ്പെടുത്തണം എന്ന വീറും വാശിയും ആ മനുഷ്യനെ ഓരോ നിമിഷവും ഒരു ക്രൂരമാകുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുവാനിടയായി. അങ്ങനെ കോടതി തനിക്ക് വധശിക്ഷ വിധിച്ചതായ ആ സമയങ്ങൾ അടുത്തു വരുമ്പോൾ ആ മനുഷ്യന് വീണ്ടും പകയും വിദ്വേഷവും ഇങ്ങനെ തന്റെ ശരീരത്തില്, തന്റെ മനസ്സില്, തന്റെ ബ്രെയിനില് ഇങ്ങനെ നിരന്തരം വ്യാപിച്ചുകൊണ്ടേയിരിക്കുവാനിടയായി. അങ്ങനെ അവിടെയുള്ള പോലീസുകാര്, ആ ജയിലിലുള്ള പോലീസുകാര് തനിക്ക് ആഹാരം കൊടുക്കുന്ന സമയത്ത് അവരോട് പോലും താൻ ദേഷ്യത്തോട് സംസാരിപ്പടയായി. ജപ്പാനിലുള്ളതായ ഒരു മിഷണറി വനിത അദ്ദേഹത്തിന് ആഹാരം കൊടുക്കുവാൻ വേണ്ടി ആ പോലീസുകാർ പോകുമ്പോൾ അവരുടെ കയ്യില് ഒരു പുതിയ നിയമം കൂടി കൊടുത്തുവിട്ടു ഇദ്ദേഹത്തിന് കൊടുക്കുവാനായിട്ട്. ആ പോലീസുകാരന് ആ മിഷണറി വനിത കൊടുത്തതായ ആ ദൈവത്തിന്റെ വചനം, ആ പുതിയ നിയമത്തിൻ്റെതാകുന്ന പ്രതികള് ആ ഇഷി എന്ന് പറയുന്ന ആ മനുഷ്യന് കൊടുക്കുവാനിടയായി. താൻ ആ പുസ്തകം വായിച്ചപ്പോ തന്നെ ദേഷ്യത്തില്, കോപത്തില് ആ ദൈവത്തിന്റെ വചനം എടുത്ത് ഭിത്തിയിലേക്ക് വലിച്ചെറിയുവാനിടയായി. സ്തോത്രം. എന്നാൽ ചില മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ തന്റെ മനസ്സിൽ തോന്നി ആ പുസ്തകം ഒന്ന് എടുത്തു വായിക്കാം. താൻ ആ സുവിശേഷം, ആ വിശുദ്ധ വേദപുസ്തകം, ആ പുതിയ നിയമം താൻ എടുത്തു വായിപ്പാടയായി. അതിനകത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്നോട് സംസാരിപ്പാടയായി. തന്റെ കണ്ണുകൾ നിറയുവാടയായി. താൻ ഒരു ദൈവപേതിലായി മാറുവാടയായി. യേശുവിനെ താൻ രക്ഷകനായി സ്വീകരിപ്പാടയായി. യേശുവിന്റെ സ്നേഹം തനിക്ക് മനസ്സിലാകുവാനിടയായി. സ്തോത്രം. ക്രൂശിതനാകുന്ന കർത്താവിന്റെ കാൽവരി ക്രൂശിലെ മരണത്തെ പറ്റി താൻ വായിച്ചപ്പോൾ തന്റെ മനസ്സിന് ഇന്നുവരെ അനുഭവിക്കാത്ത ഒരു സന്തോഷവും സമാധാനവും ലഭിക്കുവാനിടയായി. അതെ, കർത്താവിന്റെ സ്നേഹം എത്ര വലുതാണെന്നറിയാം. കൊലോസിയ ലേഖനം 1-ാമത്തെ അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യത്തിൽ 20-ാമത്തെ വാക്യം, കൊലോസിയ ലേഖനം 1-ാമത്തെ അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യം, അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനം ഉണ്ടാക്കി. ഹല്ലേലൂയ. ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം നമുക്ക് സമാധാനം ഉണ്ടാകുകയായി. കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ കർത്താവ്. സ്തോത്രം. ഹല്ലേലൂയ. അവൻ ക്രൂശിൽ നമുക്ക് വേണ്ടി തന്റെ രക്തം ചീന്തുവാനിടയായി. ആ രക്തം നമുക്ക് ചീന്തിയത് കൊണ്ട് യേശു കർത്താവ് മരിച്ചു നമുക്ക് വേണ്ടി ക്രൂശിതനായി.
ആമേ, അതുകൊണ്ട് കർത്താവ് നമുക്ക് സമാധാനം നൽകുവാനിടയായി. ഈ ലോകത്ത് സമാധാനത്തിന് വേണ്ടി മനുഷ്യൻ എന്തെല്ലാമാണ് ചെയ്യുന്നത്? സമാധാനം ലഭിക്കുവാൻ വേണ്ടി മനുഷ്യൻ പല വഴികൾ ശ്രമിക്കാറുണ്ട്. സമാധാനത്തിന് വേണ്ടി മനുഷ്യൻ പല പുണ്യ സ്ഥലങ്ങളിൽ സന്ദർശിക്കാറുണ്ട്. സമാധാനം ലഭിക്കുവാൻ വേണ്ടി മനുഷ്യന് അവരെ കൊണ്ട് ചെയ്യാവുന്ന പല പരിപാടികൾ ചെയ്യാറുണ്ട്. സമാധാനം ലഭിക്കുവാൻ വേണ്ടി പല പുണ്യ സ്ഥലങ്ങളിൽ വെള്ളങ്ങൾ കുടിക്കുന്നുണ്ട്. സമാധാനത്തിന് വേണ്ടി പല നേർച്ചകൾ ചെയ്യാറുണ്ട്. മൃഗങ്ങളെ അർപ്പിക്കുന്നുണ്ട്. ആമേ, പശുക്കളെ അർപ്പിക്കുന്നുണ്ട്. ആമേ, സ്തോത്രം. എന്തിനേറെ പറയുന്നു, പല രാജ്യങ്ങളിൽ പോലും മനുഷ്യനെ പോലും കുരുതികൾ കൊടുക്കുന്നു, കുഞ്ഞുങ്ങളെ പോലും കുരുതികൾ കൊടുക്കുന്നു, ജീവിതത്തിൽ സമാധാനവും സ്വസ്ഥയും ഇല്ലാതിരിക്കുമ്പോൾ. എന്നാൽ എന്റെ കർത്താവ് പറയാം, ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുക. ലോകം തരുന്ന സമാധാനമല്ല, യേശുവിൽ കൂടി നാം അനുഭവിക്കുന്ന സന്തോഷം എത്ര വലുതാണെന്നറിയാമോ? ഈ കൊലോസി ലേഖനം 1-ാം 20-ാമത്തെ വാക്യത്തിൽ വായിക്കുക, അവൻ ക്രൂശി ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനം ഉണ്ടാക്കി. സമാധാനം നൽകി എന്നല്ല പറയുന്നത്, സമാധാനം ഉണ്ടാക്കുമടയായി. നമുക്ക് സമാധാനം ഉണ്ടാക്കിയ ആ ദൈവകൃപ എത്ര വലുതാണെന്നറിയാമോ? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഈജിപ്തിലും കാത്തിയിലും പാർസിയ എന്നീ രാജ്യങ്ങളൊക്കെ ആമേ കഴുകുമരത്തിലായിരുന്നു കൊലയാളികളെ തൂക്കുവാനായിട്ടിടയായത്. അശൂർ, ഗ്രീസ്, റോമ രാജ്യങ്ങളൊക്കെ ക്രൂശി തറച്ചു കൊല്ലുന്ന ഒരു നിയമം, അന്നേരം ആ സമ്പ്രദായം അവിടെയൊക്കെ ഉണ്ടായിരുന്നു. ആമേ, സോർ കീഴടക്കിയ ശേഷം പട്ടണത്തെ പ്രതിരോധിച്ചായി 2000 പേരെ ക്രൂശിൽ തറയ്ക്കുവാൻ വേണ്ടി, ക്രൂശിൽ കൊല്ലുവാൻ വേണ്ടി അലക്സാണ്ടർ കൽപ്പന കൊടുക്കുവാനായി. റോമ പൗരന്മാരെ അന്ന് സമയങ്ങളൊന്നും ക്രൂശിച്ചിരുന്നില്ല. ക്രൂശിക്കുന്നതിന് മുമ്പ് ചമ്മട്ടി കൊണ്ട് അടിക്കുക പതിവായിരുന്നു. സ്തോത്രം. ആമേ, ക്രൂശീകരണം നിർത്തലാക്കിയത് കോൺസ്റ്റൻസ് ചക്രവർത്തിയായിരുന്നു. ക്രൂശീകരണം നിർത്തലാക്കുവാനിടയായത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ ആമേ ക്രൂശിപ്പാൻ വേണ്ടി വിട്ടയച്ചതായ ആ നിമിഷം. ആമേ, അതിനു മുമ്പ് ചാട്ടവാറും കൊണ്ട് അടിക്കുവാനായിട്ടിടയായി. എന്തുമാത്രം അടികള് എന്റെ കർത്താവ് കൊള്ളുവാനിടയായി. മനുഷ്യന്റെ പാപത്തിന് പരിഹാരമായി അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ച കർത്താവ്. ആമേ, സ്തോത്രം, ഹല്ലേലൂയ. ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിപ്പാനായിട്ടല്ല, ഒരു മനുഷ്യനായിട്ടല്ല എന്റെ കർത്താവ് ഇടയായത്. മരിച്ചവരെ ഉയർപ്പിച്ചു, പച്ചവെള്ളത്തെ വീഞ്ഞാക്കി, 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു, കുഷ്ഠരോഗികളെ സൗഖ്യമാക്കി, നാമെ ലാസറിനെ ഉയർപ്പിച്ചു. ഇങ്ങനെ ചില അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട് മനുഷ്യനെ രസിപ്പിക്കുവാനോ മനുഷ്യനെ സന്തോഷിപ്പിക്കുവാനോട്ടല്ല, സ്വർഗീയ മഹിമകൾ വെടിഞ്ഞ് താണലോകത്തിലേക്ക് എന്റെ കർത്താവ് കടന്നു വരുവാനായിട്ടിടയായത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആമേ, അവൻ നമുക്ക് വേണ്ടി മാനവരാശിയുടെ പാപത്തിന് പരിഹാരമായി എന്റെ കർത്താവ് നമുക്ക് വേണ്ടി ആമേ ക്രൂശില് നമുക്ക് വേണ്ടി എല്ലാം സഹിപ്പാടയായി. ഹല്ലേലൂയ. ചാട്ടവാറിന്റെ അടികൾ കൊള്ളുമ്പോൾ ആമേ, ഓരോ അടികൾ കൊള്ളുമ്പോഴും മാംസ കഷ്ണങ്ങൾ അടർന്നു വീഴുകയാണ്. ആമേ, അവന്റെ രോമം പിഴുതെടുക്കുക, അവന്റെ കന്നത്ത് അവന് മാറി മാറി അടിക്കുക, കാർക്കിച്ചു തുപ്പുക. ഇതെല്ലാം സഹിച്ചത് പ്രിയ സഹോദര സഹോദരി, മനുഷ്യന്റെ പാപത്തിന് ഒരു പരിഹാരം, മനുഷ്യന് സമാധാനത്തിലേക്ക് എത്തിക്കുവാൻ, മനുഷ്യന് സന്തോഷം നൽകുവാൻ, നഷ്ടപ്പെട്ടതാകുന്ന ആമേ ആ പ്രത്യാശയിലേക്ക് മനുഷ്യനെ കൊണ്ടുവരുവാൻ വേണ്ടി എന്റെ കർത്താവായ യേശു ക്രിസ്തു ഈ ക്രൂശിൽ നമുക്ക് വേണ്ടി ഇതെല്ലാം സഹിപ്പാനായിട്ടിടയായി. സ്തോത്രം, ഹല്ലേലൂയ. യെശയ്യാപ്രവചനം 9-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ വായിക്കുക. യെശയ്യാപ്രവചനം 9-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യത്തില് യെശയ്യാപ്രവാചകൻ വിളിച്ചു പറയും, നമുക്ക് ഒരു ശിശു നൽകിയിരിക്കുന്നു, നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന് തോളിലിരിക്കും, അവന് അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. ഹല്ലേലൂയ. സമാധാന പ്രഭുവാകുന്ന കർത്താവ്. ആമേ, സമാധാനമില്ലാത്ത ഈ ലോകത്ത് നമുക്ക് സമാധാനം നൽകിയത് എത്രയോ വലിയ സന്തോഷമാണെന്നറിയാമോ? എത്രയോ പേര് സമാധാനം ലഭിക്കാൻ വേണ്ടി മദ്യത്തിനും മയക്കുമരുന്നിനും പലവിധമായ മ്ലേച്ഛ പ്രവർത്തികൾക്കും ലോക ഇമ്പങ്ങളിലേക്കൊക്കെ മനുഷ്യൻ പോയിട്ടൊന്നും മനുഷ്യന്റെ ആമേ ജീവിതത്തിൽ സമാധാനം ലഭിക്കുന്നില്ല. സ്തോത്രം. എന്നാൽ ദൈവമക്കളാകുന്ന നമുക്ക് സംഗീതക്കാരൻ പറയുക, ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും, നീയല്ലോ ഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. അപ്പൊ കർത്താവ് നമുക്ക് സമാധാനം, ക്രൂശിലെ മരണത്താല് ദൈവം നമുക്ക് സമാധാനം നൽകുകയാവൻ. സമാധാന പ്രഭുവാണ്. 2 തെസ്സലോനിക്കർ 3:16 വാക്യത്തിൽ വായിക്കുന്നു, സമാധാനത്തിന്റെ കർത്താവായ നിങ്ങൾക്ക് എപ്പോഴും സകല വിധത്തിലും സമാധാനം നൽകുമാറാകട്ടെ. ആമേ, സമാധാനത്തിന്റെ കർത്താവാണ്. ആ കർത്താവ് നമുക്ക് സകല വിധത്തിലും സമാധാനം നൽകും. എല്ലാ വിഷയത്തിനും വേണ്ടി സമാധാനം നൽകും. ഇന്ന് രാത്രികാലം ഈ ലൈവിൽ കൂടി ഞങ്ങളെ സേവിക്കുന്ന പ്രിയ സഹോദര, ഏതെങ്കിലും വിഷയത്തിനും വേണ്ടി ഭാരപ്പെടുകയാണോ, സമാധാനമില്ലാതെ അലയുകയാണോ? ആമൻ, ജീവിതത്തിലെ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെടും. പലരും പറയാറുണ്ട്, പാസ്റ്റേ എല്ലാ പ്രതീക്ഷ, പ്രാർത്ഥനയിലേക്ക് നിരവധി ഫോൺ കോളുകൾ മെസ്സേജുകളൊക്കെയാണ് ഞങ്ങൾ കടന്നു വരാറുള്ളത്. പലരും പറയാറുണ്ട്, പാസ്റ്റേ എല്ലാ പ്രതീക്ഷകളും പോയി, എന്റെ
ജീവിതത്തിൽ ഇനി ഒരു സമാധാനവുമില്ല. മദ്യപാനവും മയക്കുമരുന്നും എല്ലാം എന്റെ ജീവിതത്തെ ഇഞ്ചിഞ്ചായിട്ട് നശിപ്പിക്കുവാനായിട്ട് ഇടയായി. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. ആത്മഹത്യയുടേതാകുന്ന പല വാഹനത്തിന് മുമ്പിൽ ചെന്ന് ചാടുവാനായിട്ട്, ട്രെയിനിന് മുമ്പിൽ ചെന്ന് ചാടുവാനായിട്ട്, ആമേ ആത്മഹത്യ ചെയ്യുവാനായിട്ട് പല പ്ലാനുകളൊക്കെ ഞാൻ ചെയ്യുവാനിടയായി. എന്റെ ജീവിതത്തിൽ ഒരു സമാധാനമില്ല. എന്നാൽ എന്നെ യേശു കർത്താവിന്റെ ഹൃദയത്തിൽ കടന്നു വന്നു, അന്ന് മുതൽ ഇന്ന് വരെയും അനുഭവിക്കാത്ത ഒരു സന്തോഷം ഞാൻ അനുഭവിക്കുക. ഹല്ലേലൂയ. ഇന്ന് വരെ ഞാൻ അനുഭവിക്കാത്ത ഒരു പ്രത്യാശ ഞാൻ അനുഭവിക്കുകയാണ്. ആ കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ നമുക്ക് വേണ്ടി മരിച്ചത്, നമുക്ക് വേണ്ടി രക്തം ചീന്തിയത്, നമുക്ക് വേണ്ടി ചാട്ടവാറിന്റെ അടിക്കപ്പെട്ടത്, നമുക്ക് വേണ്ടി രോമം പിഴുതെടുക്കപ്പെട്ടത്, നമ്മുടെ യേശുവിനെ കന്നത്തവർ മാറി നമുക്ക് വേണ്ടി ഇതെല്ലാം സഹിച്ചത് നമ്മെ രക്ഷിക്കുവാൻ, നമ്മുടെ പാപത്തിൽ നിന്ന്, നമ്മുടെ ശാപത്തിൽ നിന്ന്, പൈശാചിക ബന്ധനത്തിൽ നിന്ന് നമ്മെ ഒന്ന് വിടുവിക്കുവാൻ, നമുക്ക് പ്രത്യാശ നൽകുവാൻ, നമുക്ക് ആ ദൈവീയ സമാധാനം നൽകുവാൻ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിന്റെ സ്നേഹം എത്രയോ വലുതാണെന്ന് അറിയാമോ? സ്തോത്രം. ഹല്ലേലൂയ. ആമേ. 1 കൊരിന്ത്യർ 1:23-24 വാക്യത്തിൽ വായിക്കുന്നു, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ഇന്ന് ഒരു സമയത്തൊക്കെ കൺവെൻഷൻ സ്ഥലങ്ങളിലും പരസ്യയോഗങ്ങളിലൊക്കെ ക്രൂശിക്കപ്പെട്ട കർത്താവിനെ പറയുമായിരുന്നു. എന്നാൽ ഇന്ന് മനുഷ്യനൊക്കെ അവരുടെ പുകഴ്ചകൾ, അവരുടെ സ്ഥാനമാനങ്ങൾ, അവർ അവിടെ പോയി ഇവിടെ പോയി അത് ചെയ്തു ഇത് ചെയ്തു, അങ്ങനെ അത്ഭുതങ്ങൾ ചെയ്തു, അടയാളങ്ങൾ ചെയ്തു. ഇന്നും മനുഷ്യന് പ്രത്യേകിച്ച് അനേക സ്റ്റേജുകളൊക്കെ ഇന്നും കർത്താവിനെ ഉയർത്തുന്നില്ല. മനുഷ്യന്റേതാകുന്ന സ്ഥാനമാനങ്ങളും പദവികളും അവരുടെയാകുന്ന യാത്രകളും അവരുടേതാകുന്ന കാര്യങ്ങളെല്ലാം വിളിച്ചു പറയുമ്പോൾ, അത്ഭുതങ്ങളും അടയാളങ്ങളും മാത്രം വിളിച്ച് പറഞ്ഞ് മനുഷ്യനെ സ്തോത്രം ദൈവ സ്നേഹത്തിലേക്ക് കൊണ്ടുവരാതെ ലോകപരമായ ചില കാര്യങ്ങൾ കാണിച്ച്, ലോക ഇമ്പങ്ങൾ കാണിച്ച്, ഭൗതികമായ സുഖങ്ങൾ കാണിച്ച് മനുഷ്യനെ അതിലേക്ക് അങ്ങ് ആകർഷിക്കുക. എന്നാൽ ക്രൂശിലേക്ക്, യേശുവിന്റെ സ്നേഹത്തിലേക്ക് കൊണ്ടുവരുന്നതായ ആ പ്രസംഗങ്ങളും ആ കൺവെൻഷൻ പ്രസംഗങ്ങളൊക്കെ ഇന്ന് വളരെ കുറഞ്ഞിരിക്കുകയാണ്. സ്തോത്രം. എന്നാൽ ഇവിടെ പറയുക, ഞങ്ങൾ ക്രൂശിക്കപ്പെട്ട അതേ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ഞങ്ങൾക്ക് പ്രസംഗിക്കുവാനുള്ളത് ഈ ലോക ഇമ്പങ്ങളെ പറ്റിയല്ല, ധനം, സുഖം. ഒരു കവി പാടുവാടയായി, ഇഹത്തിലെ ധനം, സുഖം, യശസ്സും ആഭിജാത്യോ വഹിച്ചു കൊണ്ടുപോകുകയില്ല മർത്യനന്ത യാത്രയിൽ. ഹല്ലേലൂയ. സമർത്ഥനായ സീസറും പ്രസിദ്ധനായ ഹോമറും സമർത്ഥമറ്റ സോളമൻ തുടങ്ങിയുള്ള വിദ്യനും അമർന്നുപോയ ഒരു ലോകത്താണ് നാം ആയിരിക്കുന്നത്. ഹല്ലേലൂയ. എന്നാൽ ക്രിസ്തുവിൽ കൂടിയുള്ള സ്നേഹം എത്ര വലുതാണെന്നറിയാമോ? ഈ ലോകത്തിലെ പദവിയോ സ്ഥാനമോ മാനമോ അതെല്ലാം സ്റ്റേജുകളിൽ വിളിച്ചു പറയുന്നതിനേക്കാൾ ഉപരിയായി നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ കർത്താവ് അവിടെ കൊണ്ട് തീർന്നില്ല. അവൻ വരും നമ്മെ ചേർക്കുവാൻ. ഹല്ലേലൂയ. നമ്മെ ചേർക്കുവാൻ. ദൈവസഭ, ദൈവദാസമാ, ദൈവമക്കളായ നാം ഒരുക്കത്തോടെയായിരിക്കും. എന്തിനാണെന്നറിയാമോ? ഈ ലോകത്തിന് നന്മകൾ ലഭിക്കാൻ വേണ്ടി മാത്രമായിരിക്കരുത്, കർത്താവിന്റെ വരവിൽ നാം എടുക്കപ്പെടണം. ഹല്ലേലൂയ. ഒരു ക്രൂശ് മരണം കൊണ്ട് എന്റെ യേശുവിനെ ഒതുക്കി, കല്ലറ കൊണ്ട് ഒതുക്കിയില്ല. ആ കല്ലറ പൊളിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ. വീണ്ടും വരും നമ്മെ ചേർക്കുവാൻ. പ്രത്യാശയുള്ള ദൈവമക്കൾ കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ട് ഞങ്ങൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. 1 കൊരിന്ത്യർ 1:18 പറയുക, ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്ക് ദൈവശക്തിയുമാകുന്നു. ഹല്ലേലൂയ. ഇന്നും ആ ദൈവസ്നേഹം അറിയാത്ത എത്രയോ ജീവിതങ്ങളുണ്ടെന്നറിയാമോ? എന്നാൽ രക്ഷിക്കപ്പെട്ട നമുക്ക് ആ ദൈവശക്തി എത്ര വലുതാണെന്നറിയാമോ? ആ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആ സ്നേഹം നമുക്ക് വേണ്ടി ജീവൻ നൽകിയതാണ് കർത്താവ്. നമുക്ക് വേണ്ടി പരമയാഗമായ ഒരു കർത്താവിന്റെ ആ സ്നേഹമാണ് ഇന്നും നമുക്ക് ദൈവശക്തി നൽകിക്കൊണ്ടിരിക്കുന്നത്. ക്രൂശിച്ചൊരിഞ്ഞ രക്തം, ആ രക്തത്തിന്റെ വിലവെടുത്ത് നമ്മളെ വീണ്ടെടുക്കുവാനായി, സ്തോത്രം, രക്തം കൊടുത്ത് വീണ്ടെടുക്കുവാനായി, നഷ്ടപ്പെട്ടത് മുതൽ കൊടുത്ത് വീണ്ടെടുക്കുവാനായിട്ടിടയായി അവിടുത്തെ രക്തം നമുക്ക് വേണ്ടി ചീന്തി പാപത്തിന്റെ അവസ്ഥയിൽ നിന്ന്, ശാപത്തിന്റെ അവസ്ഥയിൽ നിന്ന്, പൈശാചിക ബന്ധനത്തിൽ നിന്നൊക്കെ നമ്മെ വിടുവിച്ചത് ആ ദൈവസ്നേഹം ഒന്ന് മാത്രമാണ്. കർത്താവിനെ നന്ദിയോടെ സ്തുതിച്ചാട് ദൈവമക്കളെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അഭാവിയായ ഒരു മനുഷ്യൻ ബോംബെ പട്ടണത്തിൽ കൂടി ഭാവിയായ മനുഷ്യന് ലോകമെങ്ങളിലേക്ക് മുഴുകി അവന്റെ ശരീരവും മനസ്സും ജീവിതം മുഴുവനും ലോകത്തിലേക്ക് കളഞ്ഞു. അവസാനമെല്ലാം നഷ്ടപ്പെട്ടവനായി ഇരിക്കുന്ന സമയത്ത് ഒരു പള്ളിയിൽ കേട്ടതാകുന്ന ഒരു പാട്ട് അവന്റെ മനസ്സിൽ എത്രയോ ഒരു കുളിർമയുണ്ടായെന്നറിയാമോ? എത്രയോ സന്തോഷമുണ്ടായെന്നറിയാമോ? അവൻ ആ യേശുവിനെ അറിയുവാണ്ടയായി, യേശുവിന്റെ സ്നേഹം അറിയുവാണ്ടയായി. സ്തോത്രം. ഹല്ലേലൂയ. അവൻ യേശുവിന്റെ മകനായി, യേശുവിന്റെ കുഞ്ഞായി ജീവിപ്പടയായി. ഇന്ന് വരെ അവൻ അനുഭവിക്കാത്ത സന്തോഷവും സമാധാനവും പ്രത്യാശയും അവൻ അനുഭവിപ്പാനായിട്ടിടയായി. സ്തോത്രം. അതിനുശേഷം താൻ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് പഴയ സ്നേഹിതന്മാരെല്ലാം വിളിച്ചപ്പോൾ താൻ പറയുവാടയായി, നിങ്ങൾ അന്വേഷിക്കുന്ന ആ മനുഷ്യൻ
മനുഷ്യൻ മരിച്ചുപോയി, ഞാൻ ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയായി മാറി. ഹല്ലേലൂയ. യേശു നമ്മുടെ ഉള്ളിൽ വന്നു കഴിയുമ്പോൾ എത്രയോ സമാധാനമാണ്. പഴയ മനുഷ്യൻ മരിച്ചുപോയി, പഴയ അവസ്ഥകൾ മാറിപ്പോയി, ഇതാ സകലതും പുതുതായി. യേശുവിന്റെ സ്നേഹം അനുഭവിപ്പാൻ, യേശുവിന്റെ സാന്നിധ്യം അനുഭവിപ്പാൻ ദൈവം നമുക്ക് ഒരുക്കുന്ന നിമിഷങ്ങൾ എത്ര വലുതാണെന്നറിയാമോ? ഭക്തന്മാർ പറയുക, എനിക്കോ പ്രശംസിപ്പാൻ അങ്ങയുടെ ക്രൂശില്ലാതെ ഒന്നുമില്ല. ഈ ലോകത്തിലെ ധനവും മാനത്തിലുമല്ല നാം പ്രശംസിക്കേണ്ടത്, കർത്താവിന്റെ സ്നേഹത്തില്, കർത്താവിന്റെ ക്രൂശില്. കർത്താവിന്റെ ക്രൂശിലേക്ക് നോക്കി, യേശുവിന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ദൈവീയ വിടുതൽ പ്രാപിച്ച എത്രയോ പേരുടെ അനുഭവങ്ങൾ ഉണ്ടെന്നറിയാമോ? അവിടുത്തെ മുഖത്തേക്ക് നോക്കിയ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. സ്തോത്രം. ഹല്ലേലൂയ. ആ ക്രൂശിലേക്ക് നോക്കുമ്പോൾ, ആ ക്രൂശിൽ നമുക്ക് വേണ്ടി പരമയാഗമായ കർത്താവിനെ ഒരു നിമിഷം ധ്യാനിക്കുമ്പോൾ എത്ര സന്തോഷമാണ്. കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ നമുക്ക് വേണ്ടി എല്ലാം സഹിപ്പാടയായി. പല കോടതികൾ മാറി മാറി വിസ്തരിച്ചപ്പോഴും സ്തോത്രം നമുക്ക് വേണ്ടി ഇതെല്ലാം കർത്താവ് സഹിപ്പാടയായി. ആ ക്രൂശി കടന്നുകൊണ്ട് പ്രാണനെ വിടുമ്പോഴും താൻ നിലവിളിക്കുകയാണ്, എനിക്കിതായിരുന്നു, പിതാവേ, എന്റെ പിതാവേ, എന്റെ പിതാവേ, നീ എന്നെ കൈവിട്ടതെന്ത്? അവസാന നിമിഷം വേണമെങ്കിലും ആ പിതാവിന് ഇറങ്ങി വണ്ണം തന്റെ പുത്രനെ രക്ഷിക്കാമായിരുന്നു. പക്ഷേ പിതാവ് പോലും മുഖം മാറ്റുവാടയായി തന്റെ ഓമന പുത്രൻ യേശു നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടെങ്കിൽ മാത്രമേ മനുഷ്യന്റെ പാപത്തിന്, മാനവരാശിയുടെ പാപത്തിന് ഒന്ന് വിടുവിക്കുവാനായിട്ട്, അവരെ ഒന്ന് കരകയറ്റുവാനായിട്ട് സാധിക്കുകയുള്ളൂ. പാപത്തിന്റെ അവസ്ഥയിൽ നിന്ന്, ശാപത്തിന്റെ അവസ്ഥയിൽ നിന്ന്, പൈശാചിക ബന്ധനത്തിൽ നിന്നൊക്കെ നമ്മെ വിടുവിച്ചത് ആ ക്രൂശിലെ സ്നേഹമൊന്ന് മാത്രമാണല്ലോ. ഹല്ലേലൂയ. ആ ക്രൂശി ചുമന്നവരെയൊക്കെ ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശി അല്പനേരത്തേക്ക് മാത്രമേ ആ ശിമോനൊന്ന് ചുമന്നുള്ളൂ. സ്തോത്ര. ജോലി കഴിഞ്ഞ് വളരെ ക്ഷീണിതനായി വരുന്ന സമയത്ത് ജനസമൂഹം എന്താണെന്നറിയാൻ വേണ്ടി ചെന്നപ്പോഴാണ് ആ ക്രൂശ് ചുമക്കുവാൻ താൻ നിർബന്ധിതനായി. യേശുവിന്റെ ക്രൂശ് അല്പസമയമേ താൻ ചുമന്നു എങ്കിലും തന്റെ തലമുറകള് മാനിക്കപ്പെടുവാടയായി, തന്റെ തലമുറകള് അനുഗ്രഹിക്കപ്പെടുവാടയായി. കർത്താവിന്റെ മുഖത്തേക്ക് നോക്കിയ ദൈവമക്കളെ, കർത്താവിന്റെ വേല ചെയ്യുന്ന ദൈവത്തിന്റെ ദാസന്മാരെ, നിന്ദകളും അപമാനങ്ങളും ഒറ്റപ്പെടലുകളും നിരാശകളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ സുശിക്ഷ മണ്ഡലങ്ങളിൽ കടന്നു വന്ന എത്രയോ നിമിഷങ്ങളുണ്ട്. സ്തോത്രം. നിരാശപ്പെട്ടു പോകേണ്ട. കർത്താവിന്റെ ക്രൂശുമായി കർത്താവാക്കി സ്ഥലത്ത് വിശ്വസ്തയോടെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് ഞാൻ ദൈവത്തിന്റെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ആ ക്രൂശ് ചുമന്നവരെ ആരെയും ദൈവം നിരാശപ്പെടുത്തിയിട്ടില്ല. അവൻ ക്രൂശിച്ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനം ഉണ്ടാക്കി. ആ സമാധാനം നൽകിയൊരു കർത്താവ്, ആ ദൈവീയ സ്നേഹം എന്ന കർത്താവ്, കർത്താവിന്റെ മുഖത്തേക്ക് നോക്കുന്ന ദൈവജനമേ, നമ്മെ മാനിപ്പാൻ, നമ്മളെ അനുഗ്രഹിപ്പാൻ, നമ്മുടെ ചില വിഷയങ്ങളുടെ മേൽ അത്ഭുത പ്രവർത്തിപ്പാൻ ഇന്നും കർത്താവ് ശക്തനാണ്. ഹല്ലേലൂയ. എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടയ്ക്കാൻ നമുക്ക് ദൈവത്തിനെ പ്രാർത്ഥിക്കാം. കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി പരമയാഗമായ ഒരു കർത്താവ് നമ്മളെ രക്ഷിപ്പാൻ ഈ താണലോകത്തിലേക്ക് കടന്നു വന്നു. കർത്താവേ, ഞാൻ തകർക്കപ്പെടേണ്ട സ്ഥാനത്ത് ഹല്ലേലൂയ എനിക്ക് വേണ്ടി തകർക്കപ്പെടുകയായി. ചാട്ടവാൻ അടികൊള്ളുന്ന സ്ഥാനത്ത്, ക്രൂശിക്കപ്പെടേണ്ട സ്ഥാനത്ത് എനിക്ക് വേണ്ടി എന്റെ കർത്താവ് ഇതെല്ലാം സഹിപ്പാടയായി. യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നുണ്ട്. സകല പാപവും, സകല രോഗത്തിന്റെ അവസ്ഥകള്, സകല പൈശാചിക ബന്ധനത്തിൽ നിന്നൊക്കെ ആ കർത്താവ് നമുക്ക് നൽകിയ സ്വാതന്ത്ര്യം എത്ര വലുതാണ്. സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മളെ സ്വതന്ത്രരാക്കി. ഇനി നാം അടിമ മുഖത്തിൽ കടന്നു പോകാതെ കർത്താവെ, അങ്ങയുടെ സ്നേഹത്തിൽ മുന്നേറുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന പ്രയർ ഗ്രൂപ്പിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ക്യാൻസർ രോഗികളായി കഴിയുന്ന ഒത്തിരി പ്രിയപ്പെട്ട കർത്താവെ, അങ്ങയുടെ വിടുതലിന്റെ കരമാ പ്രിയപ്പെട്ട മക്കളുടെ ദൈവമായിക്കണം. കിഡ്നി രോഗത്താൽ കഴിയുന്നുണ്ട് കർത്താവെ, പലവിധമായ വൈറസിന്റെ താന്ന ചില രോഗത്താൽ, ഇൻഫെക്ഷനാൽ ഭാരപ്പെടുന്നുണ്ട് കർത്താവെ. ഞങ്ങൾ വിശ്വാസത്തോടെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ വിടുതലിന്റെ കരം ആ പ്രിയപ്പെട്ട മക്കളുടെ മേൽ ദൈവമായിക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സമാധാനവും സ്വസ്ഥയുമില്ലാതെ കഴിയുന്ന, മദ്യപാനത്തിനും മയക്കുമരുന്നിനും കഴിയുന്ന അനേക കുടുംബങ്ങളുണ്ട് കർത്താവെ. ദൈവീയ ആശ്വാസവും ദൈവീയ സമാധാനവും ആ കുടുംബങ്ങളുടെ മേല, പ്രിയപ്പെട്ട മക്കളുടെ മേല പിതാവെ അങ്ങ് അയക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സാമ്പത്തികമായി പലവിധമായി ബുദ്ധിമുട്ടിക്കൊണ്ട് ലോണിന്റെ പ്രയാസത്തില് കുഞ്ഞുങ്ങൾ ജോലിയില്ലാതെ കഴിയുന്നവരുണ്ട് കർത്താവെ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ വിടുതലിന്റെ കരം ദൈവമായിക്കണമേ. തലമുറയില്ലാതെ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമായ അത്ഭുതങ്ങൾ ദൈവം അവിടെ മേൽ അയക്കാൻ പോകുന്നതിനായി സ്തോത്രം. കർത്താവെ, ഈ ലൈവിൽ കൂടി ഞങ്ങളെ സേവിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് തുടർന്ന് സേവിക്കാൻ പോകുന്നതിനെ കർത്താവ് അനുഗ്രഹിക്കണമേ. അടുത്ത ദിവസം ഈ പ്ലാറ്റ്ഫോമിൽ ദൈവനെ ശുശ്രൂഷിക്കുന്ന അങ്ങയുടെ ദാസന്മാരെ ദൈവം ശക്തമായി ഉപയോഗിക്കണമേ. പ്രാർത്ഥന എല്ലാ പ്രവർത്തനങ്ങളും ദൈവം അനുഗ്രഹിക്കണമേ. എത്രത്തോളം കർത്താവ് സഹായിച്ച
എല്ലാ വിധങ്ങൾക്കായി സ്തോത്ര. ക്രൂശിൽ ഞങ്ങൾക്ക് വേണ്ടി ചൊരിഞ്ഞ അവിടെ രക്തം ഞങ്ങളെ വീണ്ടെടുത്ത അങ്ങയുടെ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. സകല മാനവും മഹത്വം കർത്താവിന് അർപ്പിക്കുന്നു. പ്രാർത്ഥന കിട്ടുന്നു. സ്തോത്ര യേശു ക്രിസ്തുവിന്റെ തന്നെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഇത്രത്തോളം സമയം ഞങ്ങളെ ശ്രമിച്ചതാകുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ദൈവനാമത്തിലുള്ള നന്ദി അറിയിക്കുന്നു. കർത്താവ് നമ്മെ വീണ്ടും അനുഗ്രഹിക്കും. ഹല്ലേലൂയ.